Solly G, Yes. good afternoon. Good afternoon. Good afternoon. AUD USD ഒരു 5 മിനിറ്റില് ഒരു എൻഗുൾഫിങ് വന്നിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ നേരത്തെ ഷെയർ ചെയ്ത ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഒരു 5 മിനിറ്റിൽ ഒരു മൊമെന്റം വന്ന് ഒരു ചെറിയൊരു ട്രേഡിൽ എൻ്റർ ആയിട്ടുണ്ട്. ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ഇവിടെ നല്ലൊരു എൻഗുൾഫിങ്ങും അതുപോലെ തന്നെ അതൊരു സ്വീപ്പ് ആയിട്ടുള്ളൊരു എൻഗുൾഫിങ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ചെറിയൊരു എൻട്രി ഉണ്ട്. പിന്നെ നമ്മളെ USD കാർഡ് ആ ഒരു ഏരിയയിൽ തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ 10 പ്രോഫിറ്റിൽ അവിടെ തന്നെ സൈഡ് വൈസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. TP1 അടിക്കുകയാണെങ്കിൽ ഒരു പാർഷ്യൽ അടിക്കണം. ഓക്കെ. ഗോൾഡിലും ഞാൻ പേഴ്സണലി ഗോൾഡില് ഇവിടെ ഒരു റീടെസ്റ്റിന്റെ അവിടെ ഒരു FX വന്നുകൊണ്ട് ഇവിടെ ചെറിയ ലോട്ട് സൈസിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. ഒരു $6 സ്റ്റോപ്പ് ലോസിൽ ഒരു ട്രേഡ് ഞാൻ ഈ ഒരു ട്രേഡ് പേഴ്സണലി എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ എടുത്ത ട്രേഡാണ്. നമ്മളോട് കേട്ടാ ചെറിയൊരു ലോട്ട് സൈസിൽ നോക്കാം. 5 മിനിറ്റിൽ റീടെസ്റ്റ് ചെയ്യുന്ന ഒരു മൊമെന്റം കണ്ടതിന്റെ ഇതിൽ ഒരു ചെറിയൊരു ബൈ സൈഡ് ബൈ ആറിനുണ്ട്. ചെറിയ ലോട്ട് സൈസ് എന്ന് പറയുന്നത് സെല്ലാണ് നമ്മളെ പ്രയോറിറ്റി ലോട്ട് സൈസ്. യൂറോ USD സെല്ല് പോവോ? യൂറോ USD വെയിറ്റ് സെക്കൻഡ്. യൂറോ USD എന്തിന്റെ ബേസിലാണ് സെല്ല് പോകുന്നത് വെച്ചാൽ ഏതെങ്കിലും ടൈം ഫ്രെയിം ഉണ്ടാകുന്ന ഈ 1 hour ഒക്കെ റെസിസ്റ്റന്റ് അല്ലേ? ഇവിടെ നിന്നൊക്കെ റിജക്ഷൻ വരുന്നുണ്ടല്ലോ. 1 അവറിലെ റെസിസ്റ്റൻസ് ആണ്. മൊത്തം റിജക്ഷൻ സപ്ലൈ ലെവലാണ് അവിടെ റെസിസ്റ്റൻസും ആണ്. സംഭവം ട്രെൻഡ് നല്ല ബൈ സൈഡിലേക്കാണ്. അപ്പൊ ഇവിടെ താഴെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ അത് ഈ ഡിമാൻഡിൽ നിന്ന് തന്നെ അത് കയറി പോയി. സെല്ല് ചെയ്യാനായിട്ട് എൻ്റെ ഒരു വ്യൂവില് സെല്ല് ചെയ്യാനായിട്ട് ഒരു സ്ട്രക്ചർ എങ്കിലും ഒന്ന് ചേഞ്ച് ആവണമെന്ന് വെച്ചാൽ സെല്ല് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. സ്ട്രക്ചറും ഞാൻ നിങ്ങളൊന്ന് വന്നിട്ട് കൺഫേം ചെയ്തിട്ട് സെല്ല് എടുക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഇത് ഒരു വേണ്ടല്ലേ? എൻ്റെ ഒരു വ്യൂവിൽ ഇപ്പൊ ഒരു സെല്ലിന്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് കിട്ടിയിട്ടില്ല ആസ് പെർ മൈ വ്യൂ. സെറ്റാണ്, നമുക്ക് പിന്നെ നോക്കാം. USD കാർഡ് AUD USD അവിടെ ഇവിടെ ഒക്കെ എൻട്രായി നിൽക്കുന്നുണ്ട്. ഗോൾഡ് ഒന്നും SL കൂടിയും അപ്പായി കഴിഞ്ഞാല് ഒരു സെല്ലിങ് നോക്കാം. ഇപ്പൊ പ്രൈസ് ഒന്നും കൂടി ആയി കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലെവലിൽ കിട്ടും. ഈ ഒരു സോണിൽ നമ്മൾ ഇന്നലെ സൈഡ് വൈസ് കളിച്ചിരുന്ന ആ ഒരു സോണിൽ കിട്ടുകയാണെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ളൊരു സെല്ല് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പിന്നെ സെൽ സൈഡിലേക്ക് പുതിയ സ്ട്രക്ചർ വരണം. പിന്നെ ഗോൾഡ് SL എൻഗോൾഫിങ്ങിന്റെ താഴെയാണോ അതോ പിൻബാറിന്റെ ആ താഴെയാണോ? FXയുടെ ഒരു ചെറിയൊരു താഴെ ഒരു 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു FX കാണാം. ആ ഒരു റീടെസ്റ്റിൽ ഒരു FX കണ്ടപ്പോ ഇറങ്ങിയേക്കണാണ്. ബൈ സൈഡ് കാരണം ലോട്ട് സൈസ് അധികം പുഷ് ചെയ്യണ്ട. അതും പ്രീവിയസ് ഒരു റീടെസ്റ്റിന്റെ സോൺ തന്നെയാണ് കണ്ടത്. പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസിന്റെ അവിടെ വന്നിട്ടാണ് ഈ ഒരു FX അടിച്ചേക്കണത്. അപ്പൊ ആ ഒരു വ്യൂവില് അതിന്റെ ഒരു തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാണ് പ്ലാൻ. ഇന്ന് നൈറ്റ് 10 മണിക്ക് നമ്മൾ FOMC മീറ്റിംഗ് ഉണ്ട്. മിനിറ്റ്സ് അല്ല, മീറ്റിംഗ് അല്ലല്ലോ, മിനിറ്റ്സ് ആണ്. മിനിറ്റ്സ് കട്ട് ആണ്. ചെയ്യോ ഇവര് ഇൻട്രസ്റ്റ് റേറ്റ് അത് കൂട്ടോ? എന്താ തോന്നുന്നു ഇപ്പത്തെ ഒരു മൊത്തത്തില് അവസ്ഥ? പറയണത് അൺചേഞ്ച് ആയിരിക്കാനാണ് ചാൻസ് എന്നാണ് മൊത്തത്തിലൊരു അഭിപ്രായം. സാധാരണ ഡോളർ വീക്ക് ആകുമ്പോൾ ഇവര് കട്ട് ചെയ്യല്ലേ ഏതായാലും ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനല്ലേ? ഡോളറ് വീക്ക് ആയി കഴിഞ്ഞാല് അത് എനിക്ക് പറഞ്ഞു തരുമ്പോ കൺഫ്യൂഷൻ ആണ്. എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഫണ്ടമെന്റൽസ്. ആണല്ലേ? ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാല് ഗോൾഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. എങ്ങനെ? ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർ കൂടുതൽ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുമല്ലോ. അപ്പോ ഗോൾഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കും, ഗോൾഡിന്റെ പ്രൈസിന്. അങ്ങനെയാണോ? അല്ലേ? അതെ. ഗോൾഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റ് കൊടുത്താൽ പോരെ.
അപ്പൊ ഗോൾഡ് ബുള്ളിഷ് ആവാൻ ചാൻസ് തോന്നുന്നു അങ്ങനെ ആവുമ്പോ കട്ട് ചെയ്യുമ്പോ. അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഫണ്ടമെന്റൽ ആദ്യം കൺഫ്യൂഷൻ. ഞാൻ ഫണ്ടമെന്റൽ ഒന്നും പറയണില്ല. അല്ല എന്തായാലും 10 മണിക്ക് രണ്ടടി ഉണ്ടോ, മേലേക്കൊരടി താഴേക്കൊരടി. ഫണ്ടമെന്റലി ഞാൻ കുറച്ച് വീക്കാണ്. അതാ ഞാൻ ആലോചിച്ചത്. സാധാരണ ഒരു കട്ട് ചെയ്താൽ നമുക്ക് ഗോൾഡിന് പോസിറ്റീവ് ആണ്, അപ്പൊ ഡോളർ വീക്ക് ആവല്ലേ? ഇങ്ങനെ ഞാൻ നല്ല കേട്ടിട്ടുള്ളത്. കൺഫ്യൂഷൻ ആക്കല്ല അജ്മൽ ഭായി. വേണ്ട. ഓണസ്റ്റ് ആയിട്ട് പറയാലോ, എനിക്ക് ഫണ്ടമെന്റൽസിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും കൺഫ്യൂഷനാണ്. ഇത് നോക്കുമ്പോൾ മനസ്സിലാവും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ മറന്നു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. നമ്മൾ പ്രജിത്തായിട്ട് കലക്കി കുടിച്ചാളാം, നമുക്ക് മൂപ്പരോട് ചോദിച്ചു നോക്കാം. അതെ, സാൽഗബ്രോ, പ്രജിത്ത് ഇവരൊക്കെ അതിന്റെ ആൾക്കാരാ, ഫണ്ടമെന്റൽസും. ഇപ്പൊ ഗോൾഡ് നമുക്ക് ബെസ്റ്റ് കുറച്ചും കൂടി ഒരു അപ്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി സെല്ല് നോക്കാം. ഇതൊരു റെസിസ്റ്റൻസിന്റെ ഏരിയ ആയിരുന്നു, പക്ഷെ ആ റെസിസ്റ്റൻസിന്റെ ഏരിയയിൽ ഒരു സ്ട്രക്ചർ പ്രോപ്പറായിട്ട് താഴേക്ക് ഇതുവരെ ഫോം ചെയ്തിട്ടില്ല. സോ നമുക്ക് ഈ ഒരു ബൈസൈഡിന്റെ ഈ ഒരു സ്കാൽപ്പ് നോക്കാം. അല്ല, നമ്മൾ ഇന്നലത്തെ ഈ ഒരു റേഞ്ച് ഇല്ലേ, ആ റേഞ്ച് നമുക്ക് സെല് ചെയ്യാനായിട്ട് അടിപൊളി സോൺ ആയിരിക്കും. അവിടെ നിന്നൊക്കെ ഒരു ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ലോട്ട് സൈസിൽ തന്നെ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു സോണാണത്. ഈ ട്രേഡ് ഇപ്പൊ എടുത്തിരുന്നോ സാലി ബ്രോ? ഇത് ഒരു സ്കാൽപ്പ് ട്രേഡ് ഒരു ബൈ ഇട്ടിട്ടുണ്ട്. ഞാനും ഇന്നാണ്, ചെറിയ ലോട്ടുള്ളൂ, നോ ഇഷ്യൂ. ചെറിയ $6 ഒരു 6 അല്ലേ? USD കാർഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലെറ്റ്സ് 10 പിപ്പേ ആയിട്ടുള്ളൂ. UDST പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നൈസ്, പൊളിച്ചു. ഹായ് പ്രദീപ് ഭായ്. പ്രദീപ് ഭായ് USD കാർഡിൽ ഉണ്ടെന്നുണ്ടല്ലേ? ഞാൻ ഏതൊരു സ്ക്രീൻഷോട്ട് എൻ്റെ അക്കൗണ്ടബിലിറ്റിയിൽ ഇട്ടേല് ലിമിറ്റ് ആ അതെ, എടുക്കണം. ഉണ്ട്. അത് ആ 4 ഹവറിന്റെ എൻഗുൾഫിങ്ങിലാണ് ആ ട്രേഡ് ചെയ്യാൻ പുഷ് ചെയ്തേക്കണം. ഒന്നാമത് ഇതൊരു സപ്ലൈ സോൺ ആയിരുന്നു, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള ചെറിയൊരു സപ്ലൈ ആണ്. ഇവിടെ താഴെ വന്നു മുകളിലേക്ക് പുഷ് ചെയ്തു, അവിടെ നിന്ന് റിവേഴ്സലായ ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെ ഒരു ക്ലിയർ ആയിട്ട് 4 ഹവറിലൊരു എൻഗുൾഫിങ് വന്നപ്പോഴാണ് അത് ഇട്ടേക്കണേ. ഗോൾഡും ഈ ഒരു റീടെസ്റ്റിലെ FXയിലാണ് ഗോൾഡിലൊരു ട്രേഡ് ഇട്ടേക്കണം. വെയിറ്റ്, 3-4 ട്രേഡ് റൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. USD ഗോൾഡിൽ ഞാൻ ഇപ്പൊ ഒരു എൻട്രി ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അവിടെ തന്നെയല്ലേ ഉള്ളത് അതല്ലേ? യെസ്, AUD ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, USD ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഗോൾഡ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗോൾഡിന്റെ ഇന്നലത്തെ റേഞ്ച് നോക്കി വെച്ചോടെ. ഇന്നലത്തെ റേഞ്ചിലേക്ക് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം ലോട്ട് സൈസിൽ തന്നെ അടിക്കാൻ പറ്റുന്ന ഒരു സോണാണ്. ഒറ്റയടിക്ക് ആ സോൺ പൊട്ടിച്ചു പോകാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, ഈ റെസിസ്റ്റൻസ് സെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നായിരുന്നത്, പക്ഷെ സെല്ലിങ്ങിന്റെ ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. 15 മിനിറ്റിലും നമുക്കൊരു എൻഗുൾഫിംഗ് തന്നെയാണ്, കണ്ടിന്യൂഷൻ എൻഗുൾഫിംഗ് ആണ് റീടെസ്റ്റിൽ നിന്ന് കിട്ടിയേക്കണം. സോ ഈ ഒരു ട്രേഡ്, ലെറ്റ്സ് വെയിറ്റ്. EURUSD സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ട് നോക്കണമായിരിക്കും നല്ലത്. ഇപ്പൊ ഇതുവരെയും ഒരു വീക്ക്നെസ് കണ്ടിട്ടില്ല. ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ അടിച്ച് തന്നെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ലെറ്റ്സ് വെയിറ്റ്.
ആണ് ഇതിൽ സിഗനിൽ ഇട്ടായിരുന്നു, പക്ഷെ ഒരു ഗ്രൂപ്പിൽ മാത്രം ഇട്ടുള്ളൂ. ഞാൻ വിട്ടുപോയി മറ്റേ 1% ഇടാനായിട്ട്. ഈ ഒരു ഗ്രൂപ്പിൽ ഇട്ട്, പക്ഷെ മറ്റേ ഇടാൻ പറ്റില്ല. ഗോൾഡ് കൊള്ളാം, ഗോൾഡ് കൊള്ളാം, പറക്കുന്നുണ്ട്. 1 സെക്കൻഡ്. എന്തായി അവിടെ ഇവിടെ ഒക്കെ ട്രേഡ് ഓടണേ. റീടെസ്റ്റ് എന്നുള്ള മൊമെന്റം കാരണമാണ് അത് എടുക്കാൻ തന്നെ കാരണം. സെല്ലാണ് മെയിനായിട്ട് ഇപ്പോഴും നോക്കി, ഉള്ളിൽ ഇപ്പോഴും സെല്ലിനാണ് പ്രയോറിറ്റി. ബട്ട് റീടെസ്റ്റിലെ മൊമെന്റത്തിൽ യെസ് ഒരു 60 പിപ്പ് അടിച്ചിട്ടുണ്ട്. USD ഇതും ഓൾമോസ്റ്റ് നമ്മളെ TP എത്താറായി. TP അല്ല, TP1. AUD ഓൾമോസ്റ്റ് TPയുടെ അവിടെ എത്തി. ഗുഡ്. അതെ, വേറെ കാര്യം ഞാൻ ചോദിക്കാൻ പറ്റും. ഈ ഗോൾഡിലൊരു 4 hours ഒരു ഇംബാലൻസ് ഇല്ലേ ഈ ഒരു ഏരിയയില്? 4 hours 4 hour ഗോൾഡ് 4 hours. യെസ്, ഇംബാലൻസ് ഉണ്ട്. മിക്കതും ചിലപ്പോ ഈ റേഞ്ചിൽ ഒരു വിക്ക് അടിച്ച് വരാനുള്ള ചാൻസ് ആയിരിക്കും ഇംബാലൻസ് ഫില്ല് ചെയ്യണത്. ഇംബാലൻസ് ഏരിയ ആണ്. ഇതൊരു 1:1 ആയി കഴിഞ്ഞാൽ പാർസൽ അടിച്ചിട്ട് നമ്മ ജസ്റ്റ് സ്കാൽപ്പിംഗ് ട്രേഡാ, അല്ലാണ്ട് നമ്മ ഫുള്ള് ഹോൾഡ് ചെയ്യുന്ന ഒരു വൈബല്ല. 0.1 എന്ത് പാർഷ്യൽ? ആ അല്ല, 0.02 അല്ലെങ്കിൽ 0.01ന്റെ മുകളിലുള്ളവർക്ക് ഈ ഒരു ഹൈയില് ആ ഒരു ഹൈഡ് അവിടെ പാർസൽ അടിക്കട്ടാ. എന്നുവെച്ചാൽ നമ്മളെ പ്രയോറിറ്റി സൈഡിലേക്കല്ല നമ്മൾ ഇപ്പോഴും നിൽക്കണ, ബട്ട് ആ ഒരു മൊമെന്റത്തിന്റെ പിന്നാലെയാണ് നമ്മൾ നിൽക്കണം. ഓൾമോസ്റ്റ് നമ്മളെ TP1ന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഹൈന്ന് റിജക്ഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രീവിയസ് അതിൽ ടാപ്പ് ഇൻ ചെയ്തു, റിജക്ട് ചെയ്തു. ലെറ്റ്സ് വെയിറ്റ്. നല്ല വോളിയം ട്രേഡ് നടക്കുന്നുണ്ട്. പ്രദീപ്, USDCHF ഈ ഒരു ലെവലിൽ ചെറിയൊരു പാർഷ്യൽ എടുത്തോടാ. എന്നുവെച്ചാൽ നമ്മളെ സെക്കൻഡ് TP വരുന്ന ഫുൾ TPയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ പക്കാ റിജക്ഷൻ ഏരിയ ആണ്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്കൊരു പാർഷ്യൽ എടുത്തിട്ട് ബാക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം. പൊട്ടെന്ന് വെച്ചാൽ ഹെവി പൊട്ട് കിട്ടും. ഈ ലോയിനൊക്കെ കവർ ചെയ്ത് പോകാനുള്ള ഒരു പുഷ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ ഈ വിക്കുള്ള സ്ഥിതിക്ക് റിവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന അത് മിസ്സാക്കണ്ട. വേസ്റ്റ് ആവും. യെസ്.
പതിയെ സെല്ലേഴ്സ് കയറുന്നുണ്ട് കേട്ടോ ഗോൾഡില്. ഇവിടെ വോളിയം പതുക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിനനുസരിച്ച് പ്രൈസ് പുഷ് ചെയ്യുന്നില്ല. കൺഫർമേഷൻ വന്നിട്ടില്ല. ബാക്ക് ടു കോസ്റ്റ്. ഇവിടെ നമ്മുടെ ഈ ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാല്, ഇവിടെ പുതിയ ഹൈ അടിച്ചില്ലെങ്കിൽ നമുക്ക് പതിയെ എക്സിറ്റ് പ്ലാൻ നോക്കാം. അതുവരെ നമുക്കിത് ഹോൾഡ് ചെയ്യാം.
ശ്രീകാന്ത് ഭായ് ഉണ്ടല്ലേ ഇവര്? ശ്രീകാന്ത് ഭായ് ഇല്ലാന്നുണ്ടല്ലേ? ശ്രീകാന്ത് ഭായ് ഇല്ല. ഹാരിസ്ക ഉണ്ടോ? ഹാരിസ്ക എന്തിക്കാ എവിടെ ഇതാണിക്കാ ഓഫീസിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അടിച്ചു വിടാനല്ലേ. നൗഫൽക്ക് ഹാരിസ്ക ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട്. എന്തുണ്ട് വിശേഷം? സുഖം സുഖം. ഇറങ്ങണല്ലേ? ഇന്ന് നൗഫൽ രാജാവ് ഉണ്ടോ എന്ന് നോക്കണം. തിരക്കിലാണെന്ന് തോന്നുന്നത്. ഓക്കെ. ഓണ സെലിബ്രേഷൻ ഒക്കെ ആയാ? ഇല്ല, പൊളിക്കണ്ടേ ഏ പൊളിക്കണ്ടേ. ഓണത്തിന് എന്താ പരിപാടി? അവിടെ ഓഫീസിൽ അങ്ങനെ സെലിബ്രേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ, ഇവിടെ അറബികളെല്ലാം കൂടെ ഇറങ്ങി ഇന്ന് ഒപ്പന കളിക്കും. ഇതിന്റെ പാർഷ്യല് അടിച്ചോടാ. ഇതില് പാർഷ്യൽ അടിക്കാനുള്ള ഒരു പാർഷ്യൽ അടിച്ചോ. ഹൈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പിംഗ് കൂടാണ്. പാർഷ്യൽ അടിക്കാനുള്ളവർ അടിച്ചോ. നല്ല പുഷോ. പൊളി പൊളി നൈസ്. AUDയുടെ ഫുൾ TP USD കാർഡ് പാർഷ്യൽ അടിച്ചോ. TP1 പൊളിച്ചു പൊളിച്ചു. നൈസ് പുഷ് കിട്ടി. ഓ ഹോൾ ഹോൾ. ഭാഗ്യം കുറച്ച് മാത്രം ബാക്കി വെച്ചു. അത് പൊളിച്ചു. പൊളി ഫുൾ TP ഡൺ. ഡൺ ഡൺ ഡൺ. ഡൺ 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 ഡൺ. ഇന്ന് ന്യൂസ് വല്ലതും ഉണ്ടായിരുന്നോ? മെയിൻ ഏരിയക്ക് എത്തുന്നുണ്ട്. പൊളിച്ചു. ഓ USD CHF പൊളിച്ചു. സെറ്റ്. എല്ലാം കൂടി 3 ട്രയൽ കൊടുത്താൽ മൂന്നും ഒരേ സമയം പൊളി. അത് നല്ലൊരു ഫീൽ ആട്ടാ. അവിടെ ഇവിടെ ഒക്കെ TP. അവിടെയൊക്കെ ടി വി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം SL അടിക്കാറുണ്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ എടുക്കുന്ന സമയത്ത്. ഓ ഷൂട്ടപ്പ് ഷൂട്ടപ്പ് ഷൂട്ടപ്പ്. നമ്മുടെ അത് ന്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്താ ന്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ന്യൂസ് ഇല്ല. ഇന്ന് 10 മണിക്കാണ് ന്യൂസ്. പൊളി പൊളി വല്ലാത്തൊരു ബോബ്. സീൻ ഫ്ലൈ. ഇവിടെ നമുക്കൊരു റിവേഴ്സല് കണ്ടു കഴിഞ്ഞാല് സെല്ല് നോക്കാം. റിവേഴ്സല് കണ്ടാൽ മാത്രം. ഓ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടില്ല ഫുള്ള്. പൊളി. എന്താ പറയണ ഹാരിസ്ക? ഹാരിസ്ക പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എക്സിറ്റ് ചെയ്യും. വേണ്ട കേട്ടോ, ചിലപ്പം പോവും 400 വരെ. പുഷ് കണ്ടിട്ട് തോന്നുന്നു. മറ്റേ എത്തി നിൽക്കണ സ്ഥലം
ഒരു റിയാക്ഷൻ കിട്ടുന്ന സ്ഥലമാണ്. 1 മിനിറ്റിൽ ഒരു റിജക്ഷൻ വരുമ്പോൾ ബുക്ക് ചെയ്യാം. ഓഫ് എൻ്റെ പൊന്നു AUD ഒക്കെ പറന്ന്. AUD എക്സിറ്റ് അടിക്കട്ടോ. നൈസ്. എന്താ ഉണ്ടായേ? നിങ്ങള് വരച്ചില്ലേ? പൊളി പൊളി. നാനൂറ് എല്ലാം നാനൂറ് എല്ലാം നാനൂറ് TP-യിൽ നാനൂറ് കാണല്ലോ. നാനൂറ് നൈസ് ആ, നൈസ് നാനൂറ് നൈസ് എത്തിയില്ലേ? നൈസ് നൈസ്. 400 വരണമെന്ന് പറഞ്ഞിട്ടുള്ള പൊളി പൊളി. ഗോൾഡാണോ കേറുന്നത്? 400 അല്ലേ? ഇപ്പൊ ന്യൂസ് ഉണ്ടായിരുന്നോ? ഇപ്പൊ ഇതെന്താ നടക്കണേ? എന്താണോ നീ? ഇനിയിപ്പൊ നോൺ അഞ്ഞൂറ് സ്റ്റോപ്പ് ആണല്ലോ. ചോദിക്കും. ഇവിടെ എത്തിയ എന്തായാലും ഞാൻ ബുക്ക് ചെയ്യും വാരിസ്ക. ഇനി ആർസ്ക ഞാൻ കേൾക്കൂല. ബുക്കി ഇനി താഴെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഫിജിയിലെത്തിയല്ല. USD കാർഡ്. ഓ ഫുൾ TP. മൂന്നും അടിച്ചപ്പോ USD കാർഡ് പ്രതിഭട്ടാ. USD കാർഡ് ഒന്നല്ലെങ്കിൽ ഫുൾ ബുക്ക് ചെയ്തോ, അല്ലെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ട്രയൽ ചെയ്തോ. ഞാൻ ഔട്ട് അടിക്കണം. ഓക്കെ ഓക്കെ. FEG താഴോട്ട് ഇറങ്ങാം അല്ലേ? FEG ഗോൾഡ് അല്ലേ? യെസ്. 2-0 ഒന്നും റിവേഴ്സിൽ ഉണ്ടാവും അല്ലേ ചിലപ്പോ? എന്താ 2-0 ഒന്ന് 44-20? ആ അവിടെ നിന്ന് റിവേഴ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഔട്ട്. ഓ പൊളിച്ചു. പൊള്ളി സാധനം. ഓ സി നോൺ സ്റ്റോപ്പ്. നൈസ് ഗെയിം. 3800 ചെല്ലും. ഓ കടല എന്ത് കേരള കയറിയ നല്ല ടൈമിംഗ് ഇരുന്നിട്ടാ. ലൈവിന് കയറിയത് തന്നെ നല്ല ടൈമിങ്. അല്ലെങ്കിൽ കാത്തിരുന്ന് മനുഷ്യൻ മുഷിയും. ഇനി FEGന്ന് റിവേഴ്സൽ നോക്കാം. ഓ ഈ ഒരു ഏരിയനൊന്നും മൈൻഡും കൂടി ചെയ്തില്ല. ഇപ്പൊ ഇന്നലത്തെ വെയിറ്റ് ചെയ്യണ ഏരിയ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് എടുപ്പുണ്ട്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. എന്താണ് ന്യൂസ് ഒന്നും ഇല്ലല്ലോ. നല്ല പെട്ടെന്ന് കിടക്കണേ. ഒരു മയും ഇല്ലാത്ത പോക്ക്. എക്സിറ്റ് ചെയ്തില്ല എടുത്തോരൊക്കെ. USD ഔട്ട് സെറ്റ്. ഓഫ് നിക്കണില്ലല്ലോ ഫെയർ വാല്യൂ. ആരെ മൈൻഡ് ചെയ്യണില്ലല്ലോ. ആരെല്ലാം എന്തേലും ഇട്ടാ വല്ല മിസൈൽ ഇട്ടൂലെന്നാ എന്തേലൊക്കെ പറഞ്ഞ. എന്ത് പോക്ക പോണേ. 500 പിപ്പ്. 15 മിനിറ്റിന്റെ അൺഎക്സ്പെക്ടഡ് സിംഗിൾ ക്യാൻഡിൽ. സാധനമാണല്ലോ ഒന്നടിച്ച്. ഏഹ് അൺഎക്സ്പെക്ടഡ് ന്യൂസ് വല്ലതും ഉണ്ടോ? എന്താണാവോ വേറെ എന്തെങ്കിലും ന്യൂസ് വന്നോന്നാണ് ഞാൻ നോക്കണേ. പ്ലാൻഡ് ഇവന്റ് ഇല്ല. അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തോ അടിച്ചിട്ടുണ്ട്. ഉം. എടുത്ത് നോക്ക്.
ജോസഫ് ഏട്ടാ, നോക്കാം നോക്കിയിട്ട് കാര്യമില്ല, വായിക്കാറിയണ്ടേ. ഉഫ്, എനിക്ക് എഴുതാനുള്ള സോറി സാർ. ഇങ്ങനെ ഈ കൊലക്കൊമ്പത്തുമ്പോ എങ്ങനെ സെല് ചെയ്യപ്പത്? സെല് ചെയ്യാനായിട്ട് 1 മിനിറ്റ് വല്ല ഷിഫ്റ്റ് അങ്ങനെ കിട്ടോ നോക്കാം നമുക്ക്. കൺഫർമേഷൻ ഇല്ലാണ്ട് സെല് ചെയ്യാണ്ട് അജാതി പുഷ പൊക്കോണ്ടിരിക്കണം. ഏ? ഡിച്ച് കയറി പൊക്കോണ്ടിരിക്കുക. അതിൽ പോയിട്ട് നമ്മ കൗണ്ടർ റിസ്ക് എടുക്കാൻ കഴിയില്ല. ഇന്ന് വലിയ ന്യൂസ് രാത്രി വരാനുണ്ട്. അതിനുള്ളതാണോ അത്? നോമിനൽ ലോങ് ഉണ്ടോ? As Department Treasury is increasing at least double size of liquidity. എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ? മറ്റേ ഗോൾഡിന്റെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കട്ടെ. റഷ്യ പ്രസിഡന്റ് പുടിൻ says the economy is resilient despite terrorist attack on Ukraine. ഇവന്മാര് കഴിഞ്ഞില്ലല്ലേ? ഇവന്മാർക്ക് മടുക്കണില്ലേ? കൊല്ലം കുറയല്ലേ തുടങ്ങിയിട്ട് പരിപാടി. റഷ്യ ഉക്രൈന് പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും കാണില്ല കേട്ടാ. പിജിന്ന് ചെറിയൊരു റിജക്ഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇജാതി ക്യാൻഡിൽ എങ്ങനെ നമുക്ക് കൗണ്ടർ അടിക്കുക? സ്ട്രക്ചർ ഇല്ലാണ്ട് കൗണ്ടർ അടിക്കാനായിട്ട് പറ്റില്ല. ഉം 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 ഉം. യൂറോ യൂഎസ്ഡി പുഷ് ചെയ്ത് പോയി. ആ സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ പണി പാളിയായിരുന്നു. ഇപ്പൊ സ്ട്രക്ചർ വീണ്ടും മാറി. ഇതായി ചേഞ്ച് ഓഫ് ക്യാരക്ടറിന്റെ പോയിന്റ്. വേറെ നമുക്ക് യു ഡിയില് ഓപ്പർച്യൂണിറ്റി ഇല്ല. യു ഡി യു എസ് ഡി ഓൾറെഡി നമ്മൾ എൻ്റർ ആയി. ജി ബി പി എല്ലാത്തിലും പുഷ് വന്നിട്ടുണ്ട് കേട്ടോ. സീൻ ഫ്ലൈ ആരും കൗണ്ടർ അടിക്കില്ല കേട്ടോ. ഗോൾഡിലൊന്നും കൺഫർമേഷനിലാണ് കൗണ്ടർ അടിക്കണ്ട. യു എസ് ടി കാഡിലാണ് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി പെൻഡിങ് ഉള്ളത്. അത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഏത് ടൈം ഫ്രെയിമിലായിരുന്നു? 1 അവറിൽ തന്നെയാണുണ്ട്. യെസ്, 1 അവർ അല്ല 4 അവർ ആണോ? ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഏരിയ ആണ് ഈ യു എസ് ഡി കാഡിൽ. അത്യാവശ്യം ലിക്വിഡിറ്റി ഇവിടെ എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഏരിയ വന്ന് ഇവിടെ നിന്ന് നമുക്കൊരു റിയാക്ഷൻ കണ്ടാൽ ഇവിടെ നിന്ന് ഒരു ബൈ നോക്കാം. ചെറിയ ടൈം ഫ്രെയിം 15 13 എങ്ങാനും ഈ ഒരു സോണിൽ നിന്ന് ഒരു പുഷ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബൈ നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് യു എസ് ഡി കാഡ്. അലേർട്ട് ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. മൊമെന്റം കണ്ടു കഴിഞ്ഞാൽ നേരെ ഷൂട്ട് ചെയ്യാം. ഓ, 15 മിനിറ്റിൽ എത്ര ബിറ്റ്സ് ഉണ്ട് ടോട്ടല്? ഇവിടുന്ന് 69 70 സിംഗിൾ ക്യാൻഡിൽ 500 പിപ്പ്. നിസ്സാരല്ലേ. എന്തുട്ടാ കാണിച്ചു കൂടിയേ? ഭാഗ്യം കറക്റ്റ് സമയത്ത് നമുക്കൊരു എൻട്രിയും കിട്ടി. നോൺ സ്റ്റോപ്പ് ഫെയർ വാല്യൂ ഗ്യാപ്പിന് അടിച്ചു. ഇനിയുള്ളത് ഓർഡർ ബ്ലോക്ക് ആണ്. അവിടെ നിന്നെങ്കിലും റിവേഴ്സിൽ കിട്ടുമോ നോക്കാം. ആ ഓർഡർ ബ്ലോക്ക് ഇരിക്കുന്ന മേജർ സപ്ലൈ എന്നാണ്. മൾട്ടിപ്പിൾ ടൈംസ് റിജക്ട് ചെയ്ത ആ സപ്ലൈയിലേക്കാണ് പ്രൈസ് വരുന്നത്. ഇവിടെ നിന്ന് എന്തായാലും റിവേഴ്സിൽ വരാനുള്ള ചാൻസ് 90%. ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സിൽ അടിക്കും. അല്ലെങ്കിൽ നമുക്കിവിടെ നല്ല ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൈവർജൻസോ വോളിയത്തിൽ വല്ല വീക്ക്നെസ്സോ ഉണ്ടോ കഴിഞ്ഞാൽ നോക്കാം. പക്ഷെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ എന്തായാലും ടൈം എടുക്കും.
ഇനി തൊടാതിരിക്കുന്നത് നല്ലതല്ലേ? യെസ്, ബെറ്റർ ടു വെയിറ്റ് ആൻഡ് സീ ദ കൺഫർമേഷൻ. ഇവർ ആവഹിക്കുന്നുണ്ടോ? ഏ മറ്റേ ബയേഴ്സിനെ ആവഹിക്കുന്നുണ്ടോ ഇവര്? സ്പോഞ്ച് സ്പോഞ്ച്. ഇല്ലില്ല, സ്പോഞ്ചിലൊന്നും വന്നിട്ടില്ല. അവർ ആവഹിക്കുന്നുണ്ടോന്ന്. പക്ഷെ കറക്റ്റ് മൂവാണ് ഇപ്പൊ വന്നോണ്ടിരിക്കണത്. അതിലൊരു ദുരൂഹതകളൊന്നും കാണുന്നില്ല. ഉം. വോളിയം കറക്റ്റാണ്, പ്രൈസിന്റെ ഡയറക്ഷനും പക്കയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പെടപെടക്കാം. പക്ഷെ ഓ. അതെങ്ങനെ ഈ വിക്ക് വെച്ചാണോ ഐഡന്റിഫൈ ചെയ്യുന്നത്? അല്ലാതെ ഈ വോളിയം ഇത് മാർക്കറ്റ് വോളിയം ആണ്. മാർക്കറ്റ് ആ വോളിയം മാർക്കറ്റിലെ ബയ്യേഴ്സ് ആണ് ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിലെ ബയ്യേഴ്സ് കയറുന്ന സമയത്ത് ചില സമയത്ത് അവിടെ പ്രൈസ് കയറി പോകില്ല. അതായത് ആ മാർക്കറ്റിലെ ബയ്യേഴ്സ് ഇങ്ങനെ ബൈ ഓർഡർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മാർക്കറ്റിൽ. ആ ഓക്കെ, ആ ആ സമയത്ത് പ്രൈസ് കയറണില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സെൽ ലിമിറ്റ് ഇട്ടോര് അത് ബയ്യേഴ്സിനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. മാർക്കറ്റ് ബയേഴ്സിന്റെ വോളിയം ഇങ്ങനെ കയറി 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 പോണ്. ആ സമയത്ത് പ്രൈസ് ഇങ്ങനെ കയറാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ മാർക്കറ്റ് ബൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ലിമിറ്റ് ഇട്ട ആൾക്കാർ കൺട്രോൾ ചെയ്ത് വിഴുങ്ങി 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 വിഴുങ്ങിക്കൊണ്ടിരിക്കണം, അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഓക്കെ ഓക്കെ. ആ മാർക്കറ്റ് ബയേഴ്സ് വീക്കാണ് എന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പൊക്കോണ്ടിരിക്കണേ. സോ വീക്ക്നെസ് ഇതുവരെ ഗോൾഡിൽ സ്പോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. വീക്ക്നെസ് കയറേണ്ട ഒരു ഏരിയ ആണ്. നോക്കാം. ജോസഫേട്ടൻ അവിടെ ഒരു സെല്ലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതിന്റെ ഇടയില്. ആ, ചെറിയത്. 3:39 സോറി സോറി സോറി. ഇവിടെ കണ്ട US Treasury announces increased size of nominal loan and അരെ പാച്ചൂടനുണ്ടോ? അല്ലേ? ഞാൻ ഇപ്പഴാ ജോയിൻ ചെയ്തത്. ഇപ്പൊ എത്ര? അതേ ബ്രാൻഡാണോ? ഇത് വ്യത്യാസം ഉണ്ടോ എന്തെങ്കിലും? അത്ര വ്യത്യാസം വരാൻ സാധ്യത കുറവല്ല. എന്തിനാണ് പ്രദീപ് ഇവിടെയാണ് ചോദിച്ചത്? ആ സോറി, ഞാൻ ഇവിടെ സംസാരിച്ചു. ആ, ഓക്കെ ഓക്കെ. നമ്മള് ബൈ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ? യെസ്, ഞാൻ ഇപ്പഴാ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞു. ഇനി സെല്ലിങ്ങിന്റെ സോണിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു എന്തെങ്കിലും കിട്ടണം. ഇനി അടുത്ത സെൽസ് ആണായിരിക്കും അല്ലേ? ഇജാതി കാൻഡിൽ റിവേഴ്സൽ എടുക്കാനായിട്ട് കുറച്ച് ട്രിക്കി ആൻഡ് കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്താ ന്യൂസ് വല്ലതും ഉണ്ടായിരുന്നു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കയറാൻ? ന്യൂസ് ഒന്നും പ്ലാൻഡ് ഇവന്റ്സ് ഇല്ല. ആ, ഓൾറെഡി ഉള്ള ഇവന്റ്സ് ഇല്ല. ഇനി പുതിയത് എന്തെങ്കിലും വന്നോന്നും അറിയില്ല. ഒന്നും കാണില്ല പ്രത്യേകിച്ചൊന്നും. റഷ്യ ഉക്രൈൻ്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ ഇതിലാണ് നോക്കാറ് കൂടുതലായിട്ട്. ഇതിൽ എന്തുണ്ടെങ്കിലും വരാറുണ്ട്.
പുഷ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടാപ്പിന് ആയിട്ടുണ്ട്. ഈ ഒരു സോണിൽ ടാപ്പിനായി. നമുക്കിനി ഒരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ബൈയിങ് നോക്കാം. ഓർഡർ ബ്ലോക്കിൽ ടാപ്പിൻ ചെയ്ത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് മൊമെന്റം കണ്ടാൽ മാത്രമേ എൻ്റർ ആവുള്ളൂ. ഇനിയും ബൈ തന്നെയാണ് ചാൻസ്. യെസ് യെസ് യെസ്, ഓർഡർ ബ്ലോക്കാണ്. ബൈ സൈഡ് പുഷ് ചെയ്യാനുള്ള ഓർഡർ ബ്ലോക്കാണ്. ഓ, ഇനി എന്തായാലും ഒരു റിവേഴ്സല് വരണം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്ത് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ട്രേഡ് പ്ലാൻ ചെയ്യാം. ഞാൻ ഇറങ്ങാണ്. ഇനിയിപ്പോൾ നമുക്ക് നോക്കിയിരുന്നിട്ട് ഗോൾഡിൽ ഇപ്പം എന്തായാലും റിവേഴ്സൽ കിട്ടാൻ എന്തായാലും സ്ട്രക്ചർ ഫോം ചെയ്യാനായിട്ട് ടൈം എടുക്കും. അതെ, എന്നെയും കുറച്ച് നേരം ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യൂല്ലേ? യെസ്, ഇത്രയും വലിയ മൂവ് ആണെന്നല്ലേ. അപ്പം ഇനി കറക്ഷൻ വരുമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ നിന്ന് സെല് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. ഇത്രയും അപ്പായ സ്ഥിതിക്ക് എന്തായാലും ഒന്ന് ഡൗൺ ആവുമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് പുഷ് ആയാലോ. അപ്പം എന്തായാലും ആൾക്കാർ അതിൻ്റെ ഒരു റീട്രേസ്മെന്റ് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ ഒരു ആ അതെ ഒരു അതെ സൈക്കോളജി വർക്കൗട്ട് ആവും. ആ സൈക്കോളജിനെ ട്രാപ്പിംഗ് ആയിരിക്കും നടക്കണം. സോ അതെ ഡയറക്റ്റ് അതെ നമുക്ക് കൗണ്ടർ ടാപ്പ് അടിക്കണ്ട. ചെയ്യിപ്പിച്ച് ആൾക്കാരെ മാക്സിമം കളയിപ്പിക്കാൻ നോക്കും. യെസ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാൻ. കുറച്ചുകൂടി പ്രയത്നം തീർക്കും. ഓക്കെ. ഓക്കെ ഓക്കെ. ഓക്കെ.